പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ രാവുകളാണ്. നരകമോചനം തേടേണ്ട, സ്വർഗപ്രവേശനം തേടേണ്ട പുണ്യമായ രാത്രിയാ സഹോദരാ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട രാവാ മക്കളെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. നിബിതങ്ങൾ അവിടെന്ന് പറയുകയായി, സദസ്സിലിരിക്കുന്ന ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. നിബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവൾക്ക് സ്വർഗമുണ്ടെന്നല്ല നിബിതങ്ങൾ പറയുന്നത്, അവൾക്ക് സ്വർഗം ലഭിക്കുമെന്നല്ല നിബിതങ്ങൾ പറയുന്നത്. ഈ സദസ്സിലിരിക്കുന്ന പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിന് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് ആ തളർന്ന ശരീരവുമായി തറാവീഹും വിത്റും ഇശായും നിസ്കരിച്ചിട്ട് ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന വാപ്പമാരെ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ആ മനുഷ്യൻ ആരാണെന്നറിയുമോ? നിങ്ങൾക്കറിയണോ? സ്വർഗത്തിന്റെ പാസ് കയ്യിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനാരാണെന്ന്? സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാണെന്നറിയുമോ? അല്ലാഹുവേ, ആ ഒരാളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു പെടുത്തുമാറാകട്ടെ. ആ ഒരാൾ ആരാ? ഈ വഅദ് കേൾക്കാമെന്ന എല്ലാവരും ഒരാളെ നോക്കിയിട്ട് പറയുന്നു, ആ പോകുന്നവനാ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറയുന്നവനല്ല. ഈ പെണ്ണുങ്ങൾ മുഴുവനും ഒരാളെ നോക്കിയിട്ട് പറയുകയാ, ആ പെണ്ണാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആളല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്, സ്വർഗം നിർബന്ധമായ മനുഷ്യനെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തി. ആ ഒരാളാരാ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ഒരാളെ ഞാൻ പറഞ്ഞു തരട്ടെ.